ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉള്ളത് വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വീഡിയോസ് മാത്രം ഇട്ടാൽ പോലെ അതിന് കുറച്ച് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെതായ സന്തോഷം വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയില് നമുക്ക് ഒരു കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടൻ കോഴികള് അട വെക്കുമ്പോൾ നമ്മൾ ഏത് തരം കോഴിമുട്ടയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മൾ അട വെക്കാൻ കോഴിമുട്ട തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളത് കൊത്തുമുട്ടയാണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മുടെ അറിയാലോ, നമ്മളിപ്പോ പൊതുവേ ഞാനിവിടെ അടച്ച് ഇട്ട് വളർത്തുകയല്ലോ, നമ്മളിപ്പോ തുറന്നിട്ട് വളർത്തുകൊണ്ട് നമ്മുടെ അയൽവക്കത്തുള്ള കോഴികളും പൂവൻ കോഴികളൊക്കെ ആണ്. അപ്പൊ അതിലും നമുക്ക് കൊത്തുമുട്ടയൊക്കെ കിട്ടും. നമ്മളിപ്പോ കൂട്ടിൽ തന്നെ അടിച്ചിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് 5 കോഴിക്ക് അല്ലെ 6 കോഴിക്ക് പെടക്കോഴികൾക്ക് ഒരു പൂവൻ എന്ന രീതിയിലാട്ടോ. അപ്പൊ നമ്മളിവിടെ അയച്ചു വിട്ട് വളർത്തുകൊണ്ട് അത്ര പ്രശ്നമല്ല. അപ്പൊ നമ്മൾ കോഴിമുട്ട നമ്മൾ അട വെക്കാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഞാൻ ഇൻക്യുബേറ്ററിൽ വെച്ചൊരു കോഴിമുട്ടയാട്ടോ. അപ്പൊ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. അപ്പൊ പൊതുവേ ഞാന് കോഴി വളർത്താൻ തുടങ്ങിയ സമയത്ത് എനിക്കൊന്നും ഒരു കാര്യങ്ങളും അറിയാതെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അറിയുന്നവർക്കല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ എന്റെ ഒരു അനുഭവം പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു കോഴിമുട്ട എടുത്ത് ഇതേപോലെ ഒരു വെളിച്ചം നമ്മുടെ കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് വിടുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് അത് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതാക്കുന്നത്, ഞാനിപ്പോ ഈ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവും. കോഴിമുട്ടയുടെ ആ ഒരു വീതിയുള്ള ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് കാണാൻ പറ്റും, ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ഹെയർ റോൾസ്. അത് ഇല്ലാത്ത കോഴിമുട്ട നമ്മൾ അട വെക്കാൻ തിരഞ്ഞെടുക്കരുത്. അപ്പൊ ആദ്യമൊന്നും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പിന്നെയായിട്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിച്ചത്. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു വെളിച്ചത്തിന്റെ സഹായത്താൽ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കോഴിമുട്ട അട വെക്കാൻ എടുക്കാൻ കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു 100% നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഈ റോൾസ് ഇല്ലാത്ത കോഴിമുട്ട നമ്മുടെ അട വെക്കാൻ എടുക്കരുത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണതാണ് നമ്മൾ കൊത്തുമുട്ട, നമ്മുടെ പൂവന് ക്രോസ് ആയ കൊത്തുമുട്ടയാണ് എടുക്കേണ്ടത് നമ്മൾ അട വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മുട്ടയെ നമ്മുടെ വിരിയുള്ളൂ കേട്ടോ. പിന്നെ മുട്ട ഇടാൻ നമുക്ക് പൂവന്റെ ആവശ്യമല്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ അട വെക്കാനാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൊത്തുമുട്ട വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലെ അട വെക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ കോഴിമുട്ടയൊക്കെ ഇതേപോലെ ഒരു ഇരുട്ട് റൂമിൽ പോയിട്ട് നമ്മൾ ഇതേപോലെ കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ വെളിച്ചടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോൾസ് നമ്മൾ കറക്റ്റ് ആയിട്ടത് കാണാൻ പറ്റും. അപ്പൊ റോൾസ് കാണാൻ പറ്റുന്നത് നമ്മുടെ ആ ഒരു വീതി കൂടിയ ഒരു കോഴിമുട്ടന്റെ ഒരു ഭാഗത്താട്ടോ. വീതി കൂടിയ കോഴിമുട്ടന്റെ ഭാഗത്താണ്. അവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് റോൾസ് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഹെയർ റോൾസ് കാണാൻ പറ്റും. ഇതിപ്പോ നമ്മുടെ കയ്യിലിപ്പോ നമ്മുടെ ഫോണ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത്, ടോർച്ച് ഇല്ല. അപ്പൊ നമ്മൾ ഇൻക്യുബേറ്ററിൽ അന്ന് ഇതിന്റെ മുമ്പേ കോഴിമുട്ട വെക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തപ്പിപ്പിടിച്ചെടുത്തത്. അപ്പൊ ഇങ്ങനെയായിട്ട് നമ്മൾ ഹെയർ റോൾസ് നോക്കാം. ഇത് ഞാൻ ഇൻക്യുബേറ്ററിൽ വെക്കുന്ന സമയത്ത് കോഴിമുട്ട കാൻഡിൽ ടെസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആട്ടോ ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയായിട്ട് നമ്മൾ ചെയ്യുന്നത്. കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കാറുള്ളൂ. പിന്നെ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാനൊക്കെ നിങ്ങളെ പോലെ തന്നെയാണ്, ആദ്യം ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. പിന്നെയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാകാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ കോഴിമുട്ടയൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കോഴിമുട്ടയൊക്കെ എടുക്കാൻ നോക്കാം. വലിപ്പം എന്ന് വെച്ചാൽ എല്ലാം ഒരേ രൂപത്തിലുള്ള, അധികം കൂർത്ത കോഴിമുട്ട എന്നല്ലാതെ നമുക്കിപ്പോ കാണാം ഇതേപോലെ ഒരു ഷേപ്പ്. നമ്മളെന്താ വെച്ചാൽ ഒരുപാട് കൂർത്ത ഭാഗമൊന്നും അല്ലാതെ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതേപോലത്തെ കോഴിമുട്ടയൊന്നും എടുക്കാതിരിക്കുക. നമ്മൾ അതിന്റെ ഇതേപോലെ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഡോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊന്നും എടുക്കാതെ ഹെയർ റോൾസ് ഉള്ള കോഴിമുട്ട എടുക്കുക, നല്ല ഷേപ്പ് ഉള്ള കോഴിമുട്ട എടുക്കുക. അതേപോലെ നല്ല കുറച്ചും കൂടി വലിപ്പമുള്ള, നമ്മുടെ നാടൻ മുട്ടയാണെങ്കിലും ഒക്കെ ചെറുതായിരിക്കും, എന്നാലും അതിൽ നിന്ന് കുറച്ച് വലിപ്പമുള്ള കോഴിമുട്ടയൊക്കെ നോക്കിയിട്ട് അടവെക്കാൻ എടുക്കുക. ഞാൻ ഇവിടെ എങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ടാ നമ്മൾ കോഴിമുട്ട വെക്കാറുള്ളൂ. പിന്നെ അതേപോലെ തന്നെ
നല്ല ഷേപ്പുള്ള കോഴിമുട്ട നോക്കിയെടുക്കും. ഒരുപാട് കൂർത്ത കോഴിമുട്ട എന്നല്ലാതെ നല്ല ഷേപ്പുള്ള കോഴിമുട്ട എടുക്കും. പിന്നെ കുറച്ച് വലിപ്പമുള്ള കോഴിമുട്ട എടുക്കുക. എന്താ വെച്ചാൽ നമ്മളെ കുഞ്ഞുങ്ങൾ നല്ല കരുത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമ്മളെ കോഴികളൊക്കെ പിന്നെ നമ്മൾ അട വെക്കുന്ന സമയത്ത് നമ്മൾ അധികം ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേണം നമ്മുടെ കോഴിനെ അട വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരെ ഒരു ഇരുട്ട് ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വേണം നമ്മൾ പിന്നെ കോഴികളെ അട വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോ അവരെ ഒരു ശല്യം ചെയ്യാനൊന്നും അങ്ങനെ പോവാത്തതുകൊണ്ട് തന്നെ അവർ കറക്റ്റ് ആയിട്ട് ആ ഒരു കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അവരങ്ങനെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ അവരെ നമ്മൾ ശല്യം ചെയ്യാൻ പോവുകയും ചെയ്ത് നമ്മൾ ഒരു നമ്മുടെ റൂമിന്റെ അകത്തോ അല്ലെ കൂടിനുള്ളിൽ അട വെച്ചാലും നമ്മൾ അവരെ എന്താ പറയാ ശല്യം ചെയ്യാത്ത രൂപത്തിലായിരിക്കണം അവരെ അട വെക്കാന്. നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ കോഴിമുട്ടയും വിരിഞ്ഞു കിട്ടും. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ പിന്നെ അട വെക്കുന്ന സമയത്ത് അറിയാലോ കോഴിപ്പേൻ ശല്യം ഉണ്ടാവും. അപ്പൊ പിന്നെ അതൊക്കെ നോക്കാം. പിന്നെ അവരെ നല്ല സോഫ്റ്റ് ഉള്ള ഞാൻ അധികം മണ്ണാട്ടോ എടുക്കല്. മണ്ണല്ല, മണല്, നമ്മളെ മഴത്തൊക്കെ ഒലിച്ചു വരുന്ന ഒരു മേൽമണ്ണുണ്ടല്ലോ, അതായിട്ട് ഞാൻ കോഴിമുട്ട അട വെക്കാൻ അധികം എടുക്കുന്നത് അതാണ്. അതാകുമ്പോ എന്താ പറയാ അവര് ചിലപ്പോ പുറത്തിറങ്ങി പോകാതെ അതിൽ തന്നെ കാഷ്ടിച്ചാലും കുഴപ്പമില്ല. പിന്നെ തുണിയൊക്കെ ആകുമ്പോൾ നല്ല കാഷ്ടിച്ചാലൊക്കെ പിന്നേക്ക് ഒരു ബുദ്ധിമുട്ടായി. മണ്ണാവുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ അട വെക്കുന്ന സമയത്ത് മണ്ണാണ് എടുക്കല്. പിന്നെ ഇപ്പൊ ഈ ഒരു മഴ ആയതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ പഴയ തുണിയൊക്കെ എടുത്തിട്ട് നമ്മൾ അട വെക്കാൻ എടുത്തത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പൊ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ അതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കോഴി അട വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ നാടൻ കോഴികൾക്ക് അട വെച്ച് കൊടുക്കുന്നതിന് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. അതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ ഇൻക്യുബേറ്ററിൽ നമ്മൾ അട വെക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ്. അത് നമ്മൾ കറക്റ്റ് റൂളിൽ തന്നെ അതിന് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് കൊടുക്കുന്നതിന് അതിന് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മളെ കോഴിമുട്ട വിരിയാൻ ചാൻസ് വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. നമ്മുടെ തുടക്കക്കാർക്കൊക്കെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഇൻക്യുബേറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മളത് എങ്ങനെയാ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒരു മുൻകൂട്ടി എന്താ പറയുക നമുക്കൊരു 100 സംശയങ്ങളായിരിക്കും ഉണ്ടാകാം. ഞാനും ആ ഒരു സംശയമൊക്കെ തന്നെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ അതിൻ്റെതായ ഓരോരോ നമുക്കറിയാം കുറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇൻക്യുബേറ്ററിലാണെങ്കിൽ നമ്മുടെ കോഴിമുട്ടയൊക്കെ നമ്മളെ നാടൻ കോഴിമുട്ട തന്നെ നമുക്ക് വിരിയിപ്പിച്ചിറക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കമന്റ്സിൽ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചത് കൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ കുറച്ചു പേരാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അപ്പൊ എല്ലാവരും നമ്മുടെ നേരം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണാം, പിന്നെ സപ്പോർട്ട് ചെയ്യാം. ഇനിയും കൂടുതൽ വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ സപ്പോർട്ടിങ് കുറവായത് കൊണ്ടാട്ടോ. അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾ എന്റെ ഒരു വീഡിയോ ഇല്ലെങ്കിൽ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഡെമോ ലൈഫ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മളെ കമന്റ് ബോക്സിൽ 2-3 പേര് ചെയ്യുവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കൂടി നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെമോ ലൈഫ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് വരിക കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ കോഴി വളർത്തലും വീട്ടമ്മമാരൊക്കെ നമ്മുടെ നാടൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. നമ്മുടെ സാധാരണ രീതിക്ക് നമുക്ക് എല്ലാം പറഞ്ഞുകൊണ്ടൊന്നല്ല നമ്മൾ കോഴിനെ വളർത്തുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പൊ കോഴിനെ വളർത്താൻ കോഴിനെ വളർത്തുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ചാനൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും പറയാണ്, അപ്പൊ എല്ലാവരും കഴിയുന്നത് നമ്മുടെ കോഴിനൊക്കെ വളർത്താൻ നല്ല നാടൻ കോഴിനെ തന്നെ വളർത്തി തുടങ്ങാം. നാടൻ കോഴിനെ വളർത്തി തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.